പേര് കെ ബിനു. ഞാൻ കോട്ടയം ജില്ലയിലെ വാഴൂർ സ്വദേശിയാണ്. സ്കൂൾ അധ്യാപകനാണ്. നിലവിൽ വനം വന്യജീവി ബോർഡ് മെമ്പറാണ്. പരിസ്ഥിതി പ്രവർത്തകനാണ്. ഒപ്പം വൃക്ഷവൈദ്യം എന്നുള്ള ഒരു ശാഖയെ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. വൃക്ഷവൈദ്യനാണ്. ട്രീ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഞാൻ ഇന്നേക്ക് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് പരിസ്ഥിതി രംഗത്തേക്ക് വരുന്നത്. പക്ഷേ എൻഡോസൾഫാൻ ദുരിത മേഖല പറഞ്ഞ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത മേഖല നേരിട്ട് കാണുന്നതിന് വേണ്ടി അവിടെ പോയി. ആ പോയ ഘട്ടത്തിൽ ശരിക്കും എൻഡോസൾഫാൻ എന്ന് പറയുന്ന മാരക കീടനാശിനി പ്രകൃതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റം, അത് മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ഇത് കൃത്യമായി അറിയുന്നതിന് ആ യാത്ര ഉപകരിച്ചു. പക്ഷേ മനുഷ്യൻ്റെ ഒരു വേദന ആ യാത്രയിലൂടെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അന്ന് മുതലേ ഒരു തീരുമാനമെടുത്തു, ഇനിയും പരിസ്ഥിതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. കീടനാശിനികളും പരിസ്ഥിതിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ മരങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയും അതിനായിട്ട് കേരളത്തിലെമ്പാടും നിരവധി സമര മേഖലകളിലേക്ക് ഉള്ള യാത്രകളായി. സ്കൂൾ ടൈം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് മുഴുവൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പരിസ്ഥിതി സമരങ്ങളിൽ നേരിട്ട് എന്ന് ഇടപെടുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നിർവഹിച്ചു പോരുന്നത്. പല സമരങ്ങളും അതിൽ ഈ പറയുന്ന എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ അന്ന് VS സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമര രീതിയുമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ, ഞാനും ഉൾപ്പെടെ അവിടെ ചെന്നത്. വളന്തകാട് എന്ന് പറയുന്നത് എറണാകുളത്ത് ശോഭ ഹൈടെക് ഗ്രൂപ്പിന് വേണ്ടി ഒരു പ്രത്യേക ദ്വീപ് തന്നെ പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വളന്തകാടേക്ക് ഒരു കണ്ടൽ സംരക്ഷണ യാത്ര നടത്തി. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് കണ്ടൽ തൈകൾ കൈകളിലേന്തി എറണാകുളത്ത് വളന്തകാടിലേക്ക്, വസന്തകാടിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ ശോഭ ഹൈടെക് ഗ്രൂപ്പിന് ഇടപെടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ പിന്നെ ആ പ്രദേശം, ആ ദ്വീപ് പ്രദേശം ഇന്നും ഹരിതാഭമായി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇടപെട്ടാണ് നമുക്കറിയാം ലോകത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട മെത്രാങ്കായൽ പാടശേഖരമായി ബന്ധപ്പെട്ട സമരം. മെത്രാങ്കായൽ പാടശേഖരത്തിൽ ഏകദേശം 1500-2000 ഏക്കർ വരുന്ന പാടം നികത്തി അവിടെ ഗോൾഫ് ക്ലബ്ബ് പണിയുന്നതിന് വേണ്ടിയും അവിടെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നതിനും വേണ്ടിയിട്ട് അത് ഒരു കമ്പനി പല പേരിലായി രജിസ്ട്രേഷൻ നടത്തി ആ പ്രദേശം മുഴുവൻ ഏറ്റെടുക്കുകയും ആ പ്രദേശത്തെ ഗ്രാമവാസികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്ത അവസരത്തിലാണ് അവിടെ മെത്രാങ്കായൽ പാടശേഖര സമരവുമായി അവിടെ എത്തിയത്. ആ സമരം ശരിക്കും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളാണ് ആ സമരം നടത്തി വിജയിപ്പിച്ചതെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളൊരു 6 പേർ ചേർന്ന് നടത്തിയൊരു സമരമാണ്. ആ സമരത്തിൽ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് ഞങ്ങളുടെ പഠനമാണ്. അപ്പോൾ പരിസ്ഥിതി സമരങ്ങൾ നടത്തുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ വരാൻ പോകുന്ന പദ്ധതി? ഉദാഹരണം മെത്രാങ്കായൽ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ വരാൻ പോകുന്ന പദ്ധതി? ആ പദ്ധതി എത്ര കാലം കൊണ്ടാണ് വരാൻ പോകുന്നത്? ഈ പ്രോജക്റ്റ് മറ്റെവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? എവിടെയെല്ലാം പരാതി പോയിട്ടുണ്ട്? വില്ലേജ് ഓഫീസുകളിൽ എന്തെല്ലാം കൃത്രിമം ചെയ്തിട്ടുണ്ട്? ജല വിഭവ വകുപ്പിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? ആരെയൊക്കെ ഇവർ സ്വാധീനിച്ചിട്ടുണ്ട്? ഇവരുടെ ശൃംഖല എങ്ങനെയാണ്?
ഇത്രയും കാര്യങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ആ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ ആധികാരികമായി ആ സമരം വിജയിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും നെൽവയൽ നീർത്തട ബില്ല് കേരള സർക്കാർ അംഗീകരിച്ചതോടുകൂടി ആ സമരത്തിന് വലിയ മുന്നൊരുക്കം നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് പശ്ചിമഘട്ടം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ മറ്റൊരു സമരം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടോ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടോ ഒന്നും തന്നെ അംഗീകരിക്കാൻ ഒരു സർക്കാരും തയ്യാറായിട്ടില്ല എന്ന ദുഃഖകരമായ അവസ്ഥ നിലവിലുണ്ട്. ഈ സമയത്താണ് കേരളത്തിൽ വികസനത്തിൻ്റെ പേരിൽ നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു. ആ മരങ്ങളെന്ന് പറയുന്നത് ശരിക്കും 50, 60, 70 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. അത്തരം മരങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് പല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വരികയാണ്. അപ്പം വീണ്ടും ഞങ്ങളുടെ ഒരു ഇടപെടൽ പ്രത്യേകിച്ചും മരങ്ങൾ മുറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നമ്മൾ നടത്തുകയുണ്ടായി. അത് നടത്തി അവസാനം അത് നടത്തിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന അവസരത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ ആ ഹെലിപ്പാഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾ എല്ലാം വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം കൊടുക്കുകയും വനം വകുപ്പും റവന്യൂ വകുപ്പും ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നതിൻ്റെ പേരിൽ ആ മരങ്ങളൊന്നാകെ ഏകദേശം 300-ൽ പരം മരങ്ങൾ വെട്ടിമാറ്റി. ഈ വെട്ടിമാറ്റിയ വാർത്ത പത്രത്തിൽ വരികയും അത് കേരളത്തിലെ നിയമത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് കളക്ടർ നടത്തിയത് എന്ന് പൂർണ്ണബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ കളക്ടർക്കെതിരായി ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായി. ഹൈക്കോടതിയിൽ നല്ലപോലെ കേസ് നടത്തി. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം കേരള ചരിത്രത്തിൽ തന്നെ ഒരു വിധി വന്നു. കേരളത്തിലെ പൊതു ഇടങ്ങളിലെ മരങ്ങൾ മുറിക്കണമെന്നുണ്ടെങ്കിൽ കേരള നിയമസഭ പാസാക്കിയ ട്രീ അതോറിറ്റി നിയമം അത് പാലിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു സുപ്രധാനമായ വിധി അത് കേരളത്തിന് സമ്മാനിച്ചത് എൻ്റെ ആ കേസാണ്. അതിനുശേഷമാണ് ജില്ലാ ട്രീ അതോറിറ്റികൾ ഇപ്പോഴും അതിൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നിരവധി മരങ്ങൾ വെട്ടുന്നത് തടഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ജില്ലാ ട്രീ അതോറിറ്റി കമ്മിറ്റികൾ ചേരുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അത് ഭരണകൂടം കാണിക്കുന്നില്ല. അത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇന്ന് നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വികസനവും മരവും വികസനം എന്ന് പറഞ്ഞാൽ മരം വെട്ടുക, ആ പ്രദേശം ഫില്ല് ചെയ്യുക, കുന്നാണെങ്കിൽ കുന്നിടിച്ച് അത് നിരപ്പാക്കി മാറ്റുക, ചതുപ്പാണെങ്കിൽ അത് മണ്ണിട്ട് നികത്തി നിരപ്പാക്കി എടുക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു രീതി, ഒരു വികസന തന്ത്രമാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു കേരളത്തിൻ്റെ ഭൂമിയുടെ ഒരു കിടപ്പുണ്ട്. വനമേഖല, തീരമേഖല, മധ്യമേഖല, അങ്ങനെ 3ആയിട്ടാണ്. അപ്പം നമ്മളൊക്കെ പറയും ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ കാട് മുതൽ കടൽ വരെ എന്ന് പറയുന്നത് പോലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ രീതി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും പ്രധാനപ്പെട്ട ഇടനാട്ടിലും തീരപ്രദേശത്തിലും മലനാട്ടിലും ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃത്യമായി പഠിക്കാതെ, പാരിസ്ഥിതിക ആഘാതം കൃത്യമായി പഠിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അത് കേരളത്തിന് ഏറെ ദൂഷ്യം ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വരുന്ന ആളുകളിൽ ഒന്നെങ്കിൽ വേനൽ കൂടും, അല്ലെങ്കിൽ പ്രളയം കൂടും, ദുരിതവും ദുരന്തവും കൂടി വരും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. 2018 ആവർത്തിച്ചപ്പോൾ 2018 വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് നൂറ്റാണ്ടിലൊരിക്കൽ ഉണ്ടാകുന്ന സംഭവമാണ്. 2019 വന്നപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായി, അത്രയില്ലെങ്കിൽ കൂടിയും ചെറുതായിട്ടുണ്ടായതേ ഉള്ളൂ. 2020 വീണ്ടും വന്നു, അപ്പോഴും നിരവധി ജീവൻ പോയി. അത് കവളപ്പാറയിലാണ്, പെട്ടിമുടിയിലാണ്. എത്രയോ ദുരന്തങ്ങൾ സംസ്ഥാന സർക്കാരും പിന്നെ രാജ്യം ഭരിക്കുന്ന സർക്കാരും കൂടി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകി.
ഞങ്ങളൊക്കെ ഏക പ്രതീക്ഷയുണ്ടായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി വന്നു കഴിയുമ്പോൾ കേരളത്തിലെ പരിസ്ഥിതി കുറച്ചുകൂടി രക്ഷപ്പെടും, കേരളത്തിൻ്റെ ഹരിതാഭം കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് മാറും, കേരളത്തിൽ നിലവിലുള്ള കുന്നുകളും കേരളത്തിൽ നിലവിലുള്ള നദികളും കേരളത്തിൽ നിലവിലുള്ള പാറയും സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷ. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻമാർ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ മുഖ്യ പങ്ക് വഹിക്കുന്ന ആൾക്കാർ ജില്ലാ ഭരണാധികാരിയാണ്, എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടർ ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലാ കളക്ടർമാരും കേരളത്തിലെ 44 നദികളിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേര് പറഞ്ഞ് മണൽ വാരുന്നതിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതപ്പുഴ പോലുള്ള നദികളിൽ 100 കണക്കിന് ടോറസുകൾ നദിയിലിറക്കി വലിയ വമ്പൻ JCB കൊണ്ടുവന്ന് മിനിറ്റുകൾക്കകം തന്നെയാണ് മണൽ കൊള്ള നടക്കുന്നത്. ഇതൊക്കെ പറയുന്നത് 2018 ഒഴുകി വന്നിട്ടുള്ള പ്രളയ സമയത്ത് ഒഴുകി വന്നിട്ടുള്ള മണൽ ഞങ്ങൾ നദിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ പരിസ്ഥിതിയെ മുച്ചൂടും മുടിക്കുന്ന ഒരു നിയമമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പാറ ഇല്ലാതാകും, അവശേഷിക്കുന്ന കുന്നുകൾ ഇല്ലാതാകും, അവശേഷിക്കുന്ന നദികൾ ഇല്ലാതാകും. ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളിലെല്ലാം ഉപ്പ് കലരുന്ന രീതിയിലേക്ക് വരും. നദി കുഴിക്കുകയാണ്, അതൊരു കനാലാക്കി മാറ്റുകയാണ്. മാത്രമല്ല, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിനകത്തൊരു കൃത്യതയില്ല. എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് പ്രധാനമായും വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് പ്രകൃതിയെ മുതലാളിത്തം ചൂഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി അടയ്ക്കുന്ന തുച്ഛമായ തുകയാണ്. ഒരു ടോറസ് മണ്ണുമായി കടന്നു പോകുമ്പോൾ ചിലപ്പം 125 രൂപയാണ് അടയ്ക്കുന്നത്, 10-20,000 രൂപയാണ്. ആ പാരിസ്ഥിതിക മൂല്യം അറിയാതെ എന്നാൽ അതിന് ഒരു നികുതി ഏർപ്പെടുത്തുകയും ആ നികുതിയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ അത് എന്തിനാണ് ചിലവഴിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അത് ചിലവഴിക്കുന്നത് പരിസ്ഥിതിയെ, നിലവിലുള്ള മരങ്ങളെ, നിലവിലുള്ള പച്ചപ്പിനെ, നിലവിലുള്ള ജലത്തെ ഒക്കെ തന്നെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് അവരുടെ പ്രവർത്തനവും എത്തേണ്ടത്. നിർഭാഗ്യവശാൽ അതെല്ലാം നടക്കുന്നത് കുറച്ച് പാലം പണിയും കുറച്ച് വാഹനങ്ങൾ വാങ്ങും, ഏതെങ്കിലും ഒരു വകുപ്പ്, ജലവിഭവ വകുപ്പോ റവന്യൂ വകുപ്പോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് ഈ ഫണ്ട് അവർക്ക് വേണ്ടി കൊടുക്കും. അവരത് തോന്നിവാസം ചെയ്യും. വ്യക്തമായ പ്രോജക്റ്റ് പോലും ഇല്ലാതെയാണ് പലപ്പോഴും കോടിക്കണക്കിന് രൂപ ദുരന്ത നിവാരണ അതോറിറ്റി മുടക്കുന്നത്. ഇപ്പം ചില പുതിയ വാദങ്ങളൂടി വന്നിട്ടുണ്ട്. പ്രളയമുണ്ടാകുന്നത് മരങ്ങൾ കാരണമാണ് എന്നുള്ള പുതിയ വാദമൊക്കെ വന്നിട്ടുണ്ട്. പ്രളയമുണ്ടാകുന്നത് നദിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണ് കൊണ്ടാണ് എന്ന് പറയുന്നു. ഒരു നദിയെ അതിൻ്റെ പ്രളയകാലം അളക്കുന്നതിന് നിലവിൽ കുറേ നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഒരു നദിക്ക് 3 ഘട്ടമുണ്ട്. വേനൽക്കാലത്ത് നദി ഒഴുകുന്ന അവസ്ഥ, സാധാരണ രീതിയിൽ നദി ഒഴുകുന്ന അവസ്ഥ, മഴക്കാലത്ത് നദി ഒഴുകുന്ന അവസ്ഥ. അതാണ് 3 ഘട്ടം. ഈ 3 ഘട്ടത്തിലും എത്രമാത്രം വെള്ളമാണ് ഒരു നദിയിലൂടെ ഒഴുകുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ആ നദിയിലൂടെ ആകെ ഒഴുകുന്ന വെള്ളത്തിന് കണക്ക് മനസ്സിലാക്കുക. അത് 5 വർഷക്കാലം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2.5 വർഷക്കാലമെങ്കിലും ആ നദിയെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ സാധിക്കൂ. എന്നാൽ ഇതൊന്നുമില്ലാതെ 2018 വലിയ പ്രളയത്തിൽ ഒരുപാട് മണ്ണ് വന്നു കൂടിയിട്ടുണ്ട്. കേരളത്തിലെ നദികളിൽ എടുക്കാൻ പറ്റുന്ന മണ്ണ് എത്രയാണ് എന്ന് ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ട്? കഴിഞ്ഞ 25 വർഷത്തിനകം ഒരു നദീ പഠനം കേരളത്തിൽ ശാസ്ത്രീയമായി ഇന്നേ വരെ ഒരു നദിയിലും നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്രയും ടൺ മണ്ണ് ഈ നദിയിലുണ്ട് എന്ന് പറയാൻ പറ്റും? അപ്പം തികച്ചും അശാസ്ത്രീയമായ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയാണ്, ജില്ലാ കളക്ടറാണ്, ഭരണാധികാരിയാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിൽ, അവരോട് ചോദ്യം ചെയ്യാൻ ആരാണുള്ളത് എന്ന തരത്തിൽ ഉദ്യോഗസ്ഥരും കുറച്ച്
മണ്ണ് ലോബികൾ, മണൽ ലോബികൾ, പാറ ലോബികൾ, ജലലോബികൾ എല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ ആസൂത്രിതമായിട്ട് ഒരു പ്രവർത്തനം നടത്തി വരികയാണ്. 44 നദികളിൽ കുന്നുകളൊന്നുമില്ല, എല്ലാം അപ്രത്യക്ഷമാവുകയാണ്. എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയിൽ ചെറിയൊരു വർക്കറ്റ് ഇന്ന ജില്ല എന്നൊരു ചെറിയ ബോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വേണമെങ്കിലും എത്ര ടോർച്ച് വേണമെങ്കിലും കുന്നിടിച്ചുകൊണ്ട് പോകാം. അപ്പം ഇപ്പോൾ മനുഷ്യർക്ക് ജീവിക്കത്തില്ലാത്ത ഒരു രീതിയിലേക്ക് കേരളത്തിലെ മാറുകയാണ്. വൻകിട പ്രോജക്റ്റുകളൊക്കെ തന്നെ കേരളത്തിലെ വലിയ ദുരന്തത്തിലായിരിക്കും കൊണ്ടുവന്നെത്തിക്കുക. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക്, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക്, കേരളത്തിൻ്റെ മലയാഴം ആണല്ലോ, മലകളും സമതലങ്ങളും ചേർന്ന അതാണ് മലയാഴം. അങ്ങനെയാണ് മലയാളം വന്നത്, അങ്ങനെയാണ് മലയാളി ഉണ്ടായത്, അങ്ങനെയാണ് കേരളം വന്നത്. അപ്പോൾ അത്തരത്തിൽ മലകളും കുന്നുകളും സമതലങ്ങളും ഒക്കെയുള്ള പ്രത്യേക ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്തെയാണ് തരം മാറ്റി അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ ദുരന്തം ഇനി ഉണ്ടാകാൻ പോവുകയാണ്. പട്ടിണി ഉണ്ടാകാൻ പോവുകയാണ്. ആളുകൾ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് വൻകിട പ്രോജക്റ്റുകൾ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം. ചെറുകിട പ്രോജക്റ്റുകൾക്ക് വേണം പ്രാതിനിധ്യം നൽകാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിവേഗ റെയിൽപാതയെ ഞങ്ങൾ വിലക്കും. അതിനെതിരായിട്ടുള്ള സമരത്തിൽ ഞങ്ങൾ അണിചേരും. കേരളത്തിലെ നദികളിൽ നിന്ന് മണൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ മണൽ ഖനനം ചെയ്യുന്നതിനെതിരായിട്ട് ഞങ്ങൾ പെറും. ഞങ്ങളുടെയൊക്കെ ചെറിയ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ 1000-ൽ പരം പരിസ്ഥിതി സമരങ്ങൾ ഇന്ന് നടക്കുന്നത് എല്ലാ പഞ്ചായത്തും. നിങ്ങൾ ശ്രദ്ധിക്കൂ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഒരു പരിസ്ഥിതി സമരമെങ്കിലും നടക്കാറുണ്ട്. അത് കുന്നിടിക്കലിനെതിരായിട്ടായിരിക്കും, ജലചൂഷണത്തിനെതിരായിട്ടായിരിക്കും, പാറമടകൾക്കെതിരായിട്ടായിരിക്കും, വലിയ വൻകിട പ്രോജക്റ്റുകൾക്കെതിരായിട്ടുള്ള സമരമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ കൃത്യമായി സമരം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. കേരളത്തിൽ കൃത്യമായി സമരം നടത്തുന്നത് പരിസ്ഥിതി സ്നേഹികളാണ്. പക്ഷെ അത് ഇരകളുടെ സമരം ആണ് എന്നതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം ആരും നൽകാറില്ല. കോർപ്പറേറ്റ് മൂലധന ശക്തിയും പ്രകൃതി മൂലധനവും തമ്മിലുള്ള വലിയ ഫൈറ്റാണ് നടക്കുന്നത്. സാമ്പത്തിക എന്ന് പറയുന്നത് ഇക്കോളജിയും തമ്മിലുള്ള വലിയ സമരമാണ് നടക്കുന്നത്. ഇക്കോണമിയെക്കുറിച്ചാണ് എല്ലാവരുടെയും ചിന്ത. സൈലൻറ്റ് വാലി സമരം കാലഘട്ടം മുതൽ കേരളത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. സൈലൻറ്റ് വാലി സമരത്തെ നമ്മൾ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സമരമായിട്ടാണ് അതിനെ കാണുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 30-32 വർഷം കഴിയാറായി. അപ്പോൾ പോലും ഇക്കോളജിയും ഇക്കോണമിയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. ഭരണവർഗം എന്നാ പറയുന്നത്, അതിപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല പറയുന്നത്, ഭരണവർഗം, അധികാരത്തിലെത്തുന്ന വർഗം ഏതുമാകട്ടെ, അവർ ഇക്കോണമിക്ക് പ്രാധാന്യം നൽകുന്നു. എന്നാൽ ഞങ്ങൾ അന്നേരവും പ്രതിപക്ഷമാണ്. ഞങ്ങളെല്ലാ ഭരണം ആര് ഭരിച്ചാലും ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇക്കോളജിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് മൂലധന ശക്തികൾ ലാഭേച്ഛയോടുകൂടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതിക്ക് വലിയ ദുരന്തം വരുത്തി വയ്ക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ലോകത്ത് തന്നെ നമുക്കറിയാം പരിസ്ഥിതി ഉണ്ടാകുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് 2 തരത്തിലാണ് അതിനെ കാണുന്നത്. ഒന്ന് മനുഷ്യനിർമ്മിത ദുരന്തവും മറ്റൊന്ന് പ്രകൃതിയാലുള്ള ദുരന്തവും. അപ്പോൾ പ്രകൃതിയാലുള്ള ദുരന്തവും മനുഷ്യനിർമ്മിത ദുരന്തവും പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് പ്രധാനമായിട്ട് കാണുന്നത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് പ്രകൃതിയിൽ വരുത്തി വയ്ക്കുന്നത് എന്നാണ്. അത് ഉത്തരാഖണ്ഡിലായാലും കേരളത്തിലായാലും പെട്ടിമുടിയിലായാലും ഒക്കെ നടക്കുന്നത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുള്ള ദുരന്തത്തെക്കാട്ടിലും കൂടുതൽ മനുഷ്യനിർമ്മിത ദുരന്തം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ്, ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്, സമരം ചെയ്യുന്നത് എന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഞാനൊരു 8 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു മേഖലയാണ്. ആ മേഖല എന്ന് പറയുന്നത് വൃക്ഷ ആയുർവേദമാണ്.
നമുക്കറിയാം ഇന്ന് ജൂൺ 5-ന് 1 കോടി മരത്തൈകൾ നട്ടു, അല്ലെങ്കിൽ 1.5 കോടി മരത്തൈകൾ നട്ടു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം കേരളത്തിലെമ്പാടും നടക്കാറുണ്ട്. എന്നാൽ ഇതിൽ എത്ര കോടി മരങ്ങൾ, അല്ലെങ്കിൽ എത്ര ലക്ഷം മരങ്ങൾ, അല്ലെങ്കിൽ എത്ര 1000 മരങ്ങൾ, അല്ലെങ്കിൽ 100 മരങ്ങൾ, അല്ലെങ്കിൽ 10 മരങ്ങൾ രക്ഷപ്പെട്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നാം നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് ഇവയൊക്കെ തന്നെ പല കാരണങ്ങളാൽ നശിച്ചു പോയതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ആണ് ഞാൻ ഈ വൃക്ഷ ആയുർവേദം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മരങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയുണ്ട്, മനുഷ്യന് രോഗം വന്നാൽ ചികിത്സയുണ്ട്, മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയുണ്ട്, പിന്നെ ചെടികൾക്ക് രോഗം വന്നാൽ ചികിത്സയുണ്ട്. എന്നാൽ മരങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സയുണ്ടോ? ആനയ്ക്ക് രോഗം വന്നാൽ ചികിത്സയുണ്ട്, ആനവൈദ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുരാണത്തിൽ വൃക്ഷായുർവേദം എന്നുള്ളൊരു ശാഖയുണ്ട്. ആ ശാഖ എന്ന് പറയുന്നത് പലരും കൂടി എഴുതപ്പെട്ടതാണ്. ശാർങ്ങധരൻ, ചരകൻ, ശുശ്രുതൻ, കശ്യപൻ, വരാഹവീരൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ സംസ്കൃത ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായിട്ടാണ് ഈ മരങ്ങൾക്കുള്ള ചികിത്സ പറയുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വൃക്ഷായുർവേദത്തെക്കുറിച്ച് ഒരു അറിവ് ലഭിച്ചു. ആ അറിവ് എന്ന് പറയുന്ന ആലുവയിൽ എൻ്റെ ഗുരു എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന മരിച്ചുപോയ ഡോക്ടർ സീതാരാമൻ എന്ന് പറയുന്ന വലിയ പ്രകൃതി സ്നേഹി, അദ്ദേഹത്തോടൊപ്പം ആലുവയിലൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ തൊട്ടടുത്ത് ഒരു മഴമരം നിൽപ്പുണ്ടായിരുന്നു, റെയിൻ ട്രീ, ഉറക്കം തൂങ്ങി മരം എന്നൊക്കെ നമ്മൾ കേരളീയർ ആ മരത്തെ കളിയാക്കി വിളിക്കും. കേരളത്തിലെ മരമല്ല, വിദേശിയാണ്. വനം വകുപ്പ് നിരന്തരമായി കൊണ്ടുവച്ച് പിടിപ്പിച്ച് തണലേക്കുന്ന ഒരു വലിയ പച്ചപ്പ് നിലനിൽക്കുന്ന ഒരു മരമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ പ്ലാസ്റ്റിക് ഇട്ട് കടക്കാർ കത്തിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇത് ഈ മരം നിന്നിങ്ങനെ കത്തുവാണല്ലോ, പച്ചമരമായിട്ടും കത്തുന്നതുകൊണ്ടോ, ഡെയിലി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരം മരിച്ചു പോകത്തില്ലേ? എന്നോട് പറഞ്ഞു. സാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നോടൊപ്പം വാ, നമുക്ക് വീട് വരെ പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടും വീട്ടിലേക്ക് പോവുകയും അദ്ദേഹം കുറേ മരുന്ന് കൂട്ടുകൾ എടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ കുഴച്ചു, പച്ച ചാണകം എടുത്തുകൊണ്ട് വന്നു, പാലെടുത്തുകൊണ്ട് വന്നു, എല്ലാം കുഴച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങളൊരു കെറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് പോയി ആ പ്രദേശം കഴുകി ഈ മരുന്ന് കുഴച്ച് തൂത്ത് കെട്ടി, സാറ് തന്നെ ഒരു തോർത്ത് കൊണ്ടുവന്ന് ആ കെട്ടിയ ഭാഗമൊക്കെ മറച്ച് ചണനൂല് കൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തി. പറഞ്ഞു, ഇത് സാറെങ്ങനെ പഠിച്ചു? ഞാൻ പഠിച്ച വിധമൊന്നും പറയത്തില്ല, ഇങ്ങനെ ഒരു ശാഖ പുരാണത്തിലുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുരാണത്തിലെ ഈ ശാഖയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങി പഠിച്ച് സ്വയം ചികിത്സ നടത്തി ഈ മേഖലയുടെ മുന്നേറാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനത്തിൻ്റെ ഭാഗമായി ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ചില സംസ്കൃത പണ്ഡിതന്മാരുമൊക്കെയായി സംസാരിച്ചു. എന്നാൽ അവർക്കൊക്കെ തന്നെ ഈ ശാഖ ഇങ്ങനെ കേട്ടുകേഴ്വിയുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ ഒരു പുസ്തകവും കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടെ സമീപിക്കുകയും അവിടെ ഒരു പഠന ഗ്രന്ഥമായി ഒരു പുസ്തകം പുറത്തിറങ്ങുകയും ചെയ്തു. ആ പുസ്തകം മലയാളത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് വൃക്ഷായുർവേദം വിവിധ ഗ്രന്ഥങ്ങളിലൂടെ എന്ന ഒരു പുസ്തകമാണ്. എൻ്റെ മലയാള പരിഭാഷ ഞാൻ സംഘടിപ്പിച്ച് അത് വായിക്കുകയുണ്ടായി. അത് വളരെ പഠനാർഹമായ ഒരു പുസ്തകമാണ്. ചരകനുണ്ട്, ശുശ്രുതനുണ്ട്, കശ്യപനുണ്ട്, വരാഹവീരനുണ്ട്, ശാർങ്ങധരനുണ്ട്, വാത്സ്യായൻ വരെയുണ്ട്. ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഉള്ളൊരു പ്രശ്നം എനിക്ക് അനുഭവപ്പെട്ടത്, ഇന്ന മരുന്നുകൾ ഇന്ന രോഗത്തിന് ചേർക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ മരുന്നുകൾ എത്ര വീതമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇത്ര ചട്ടി പച്ച ചാണകം വേണം, ഇത്ര കിലോ ചെറുതേൻ വേണം, ഇത്ര താമര സമൂലം വേണം, വേറെ തണ്ട് പൂവ് ഇല കായ് ഇവ സമൂലം അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി താമരക്കുഴമ്പ് ഇത്ര വേണം. ഇതൊന്നും കൃത്യമായിട്ട് പറയുന്നത്, അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. ആ അളവ് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ പണിയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് കേരളത്തിനകത്തും വെളിയിലുമായി 62 മരങ്ങളെ ഇതുവരെ ചികിത്സിച്ചു. അതിൽ ഏകദേശം 53 മരങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്.
53 മരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റി. അത് രോഗം പിടിച്ചതുകൊണ്ട്, ഇടിവെട്ടേറ്റതുകൊണ്ട്, പിന്നെ മറ്റ് അസുഖങ്ങൾ പിടിപെട്ട മരങ്ങളുണ്ട്, ഉണക്ക് ബാധിച്ചവയുണ്ട്, തീയിട്ട് നശിപ്പിച്ചവയുണ്ട്. ഇവയെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു ശ്രമം ഒരു വൃക്ഷവൈദ്യൻ എന്നുള്ള ഒരു ലേബൽ, ദ ട്രീ ഡോക്ടർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും ഒക്കെ, ഇന്ത്യക്ക് വെളിയിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനം നടത്താൻ സാധിച്ചു. നിരവധി മാധ്യമ സുഹൃത്തുക്കൾ, റിസർച്ച് സ്റ്റുഡൻസ് ഇവരെല്ലാം എത്തി ഈ ശാഖയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ ശാഖയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പം പല യൂണിവേഴ്സിറ്റികളും, ഉദാഹരണം പറഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കർണാടകയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവരെല്ലാം വൃക്ഷായുർവേദം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലെ വൃക്ഷായുർവേദ ക്ലാസ് അറ്റൻഡ് ചെയ്ത പ്രവർത്തകരോട്, കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പഠിക്കുന്ന തിയറിയാണ് എന്ന് പറയും. അപ്പം പിന്നെ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. തിയറി നമുക്ക് പഠിക്കാം, പുസ്തകങ്ങളിലൂടെ ഒക്കെ പഠിക്കാം. ഇത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പം ചെയ്യുന്നത് ജനകീയ തലം ഇതിനുണ്ടാക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഒരു മരം കേടാണ് എന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അടങ്ങുന്ന ഒരു 4 ടീം ഞങ്ങളവിടെ ചെല്ലും. അവിടെ ചെന്ന് മരുന്ന് കൂട്ടുകൾ കുറിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് അവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെ വിളിക്കും, അവിടെയുള്ള കുട്ടികളെ വിളിക്കും, അവിടെ ഇതുമായിട്ട് താല്പര്യമുള്ള ജനപ്രതിനിധികളെ എല്ലാവരെയും വിളിക്കും. അവരെല്ലാം കൂടി കണ്ടു നിൽക്കുകയാണ് ഞങ്ങൾ ഈ മരുന്ന് കൂട്ട് ആ മരത്തിന് ചെയ്യുന്നത്. ആ മരത്തെ എന്നിട്ട് നിരന്തരമായി നിരീക്ഷിക്കും. ഓരോ മാസവും ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 6 മാസക്കാലം ആ മരത്തെ കൃത്യമായി നിരീക്ഷിച്ച് കഴിയുമ്പോൾ ആ മരത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം തെളിവുകളാണ്. ഇപ്പം ഞങ്ങളെ വിളിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളിത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. ഓരോ മരത്തെയും ചികിത്സിക്കുന്ന ഏത് തരത്തിലാണ് എന്ന് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അതാവശ്യമാണ്. കാരണം ഇത്തരത്തിൽ വൃക്ഷായുർവേദം ചെയ്യുന്നതുകൊണ്ട് മരങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിനോട് കാണിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെത്ര പറഞ്ഞാലും, ഞങ്ങളെത്ര പബ്ലിസിറ്റി അങ്ങനെ കൊടുത്താലും, ഇതാ നേരനുഭവം, ഇന്ന ആളാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്, ആളുടെ നമ്പർ ഇതാണ്, ആളുടെ ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന മാവാണ്, പ്ലാവാണ്, തേക്കാണ്, അല്ലെങ്കിൽ ആഞ്ഞിലിയാണ്, ഇന്നിടത്താണ് നിൽക്കുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി വിവരണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവ് കൂടിയ ഒരു പ്രവർത്തന മേഖലയാണ് എങ്കിൽ കൂടി ആളുകൾ ഇങ്ങനെ മരത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ വീട്ടിലെ കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ, നമ്മുടെ വീട്ടിലെ പക്ഷി മൃഗാദികളെ സ്നേഹിക്കുന്ന പോലെ, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ പ്രിയപ്പെട്ടവർ ഒരു മരത്തെ കരുതിപ്പോരുന്നുണ്ട്. ആ മരത്തിന് എന്തെങ്കിലും കേടുവന്നു കഴിഞ്ഞാൽ അത് സ്വയം ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആൾക്കാർക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എത്ര കഷ്ടപ്പെട്ടായാലും എത്ര ബുദ്ധിമുട്ടായാലും ആ മരത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു തൈ നട്ട് അത് ഒരു മരമായി അതിൻ്റെ സേവനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 വർഷം ആവശ്യമാണ്. 15 വർഷം പൂർണ്ണമായിട്ട് ആ മരത്തെ നിരീക്ഷിച്ചാൽ മാത്രമാണ് അതൊരു മരത്തിൻ്റേതായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് ആ തൈ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ മരം നടുന്നതിന് അല്ലെങ്കിൽ മരത്തൈകൾ നടുന്നതിനൊന്നും ഞാൻ എതിരില്ല. എന്നാൽ അതിൽ എത്രയോ കൂടുതൽ സേവനം ഒരു മരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മരത്തിൻ്റെ ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ സേവനമായി മാറും. അത് നൽകുന്ന ഒരു സേവനം, പാരിസ്ഥിതിക സേവനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് മരങ്ങൾക്ക് കേടുവന്നു കഴിഞ്ഞാൽ അത് വെട്ടിമാറ്റുകയില്ല, പരമാവധി ചികിത്സ ആ മരത്തിന് ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം മാറേണ്ടതുണ്ട്.
അത്തരത്തിൽ മാറുന്നതിന് വൃക്ഷായുർവേദം ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.